ദിവ്യ എമിയെ കോൾ ചെയ്തു. ആദ്യം ബെല്ലടിച്ച് നിന്നു. എങ്കിലും വീണ്ടും അവൾ ട്രൈ ചെയ്തു. എമി കോൾ അറ്റൻഡ് ചെയ്തതും ദിവ്യ എമിയെ വിളിച്ചു. എമി, എന്താ പ്രശ്നം? അതിനവൾ ദിവ്യയോടായി ചോദിച്ചു. ചേച്ചി എന്താ ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. എമി, ഇന്ന് അർജുനുമായി വാക്ക് തർക്കം വല്ലതും ഉണ്ടായോ? അവൾ ഇല്ല എന്ന് മറുപടി കൊടുത്തു. നീ എന്താ അവനോട് ചോദിച്ചത്? അതിന് എമി പറഞ്ഞു, ഞാൻ ആരാ പ്രിയ എന്ന് ചോദിച്ചു. എൻ്റെ ഈശ്വര, എന്നിട്ട് അവൻ എന്താ പറഞ്ഞത്? സാർ പറഞ്ഞു സാറിൻ്റെ വൈഫാണെന്ന്. എന്നിട്ട് പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു? അതിന് എമിയുടെ പക്കൽ മൗനമായിരുന്നു മറുപടി. എമി, പിന്നീട് ഒന്നും സംഭവിച്ചില്ല, ഉറപ്പാണേ? അത് ചോദിച്ചതും എമിയെന്ന് പരിങ്ങി. എമി, ചേച്ചിക്ക് സാറിനോട് ചോദിക്കാൻ മേലായിരുന്നോ? അതിന് ദിവ്യ ഒന്ന് ചിരിച്ചു. മോളെ എമി, ഞാനും അവനും അഭിയും +2 മുതൽ ഒരുമിച്ച് നടക്കാൻ തുടങ്ങിയതാ. അവൻ്റെ ഒരു ചെറു ചലനം പോലും ഞങ്ങൾക്ക് മനസ്സിലാകും. അത് കേട്ടതും എമി ഞെട്ടി. ഓക്കെ, ഞാൻ അവനോട് തന്നെ ചോദിക്കാം. അത് കേട്ടതും എമി പറഞ്ഞു. വേണ്ട, ഞാൻ പറയാം. അവൾ പറയേണ്ടത് മാത്രം പറഞ്ഞു. സാറുമായി പിണങ്ങി. അതിന് ചേച്ചി എന്നോട് റീസൺ ചോദിക്കല്ലോ. എനിക്ക് അറിയില്ല. അത് കേട്ടതും ദിവ്യ മനസ്സിലായി പറഞ്ഞു. എടി കള്ളി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവൾക്ക് ഞങ്ങളുടെ ചെക്കനോട് മുടിഞ്ഞ പ്രേമമാണ്. ദിവ്യ ചോദിച്ചു. നീ നിൻ്റെ അർജുൻ സാറിനോട് ചോദിച്ചിട്ട് വേറൊന്നും പറഞ്ഞില്ലേ അവൻ? അതിന് എമി, ചേച്ചി, എൻ്റെ അർജുൻ സാറോ? അല്ല, സാറിൻ്റെ പ്രിയയുടെ അർജുൻ. അത് പറയുമ്പോൾ എമിയുടെ സ്വരം ഒന്നിടറി. അവനപ്പോൾ വേറൊന്നും പറഞ്ഞില്ല? എമി ഇല്ല എന്ന് മൂളി. ചേച്ചി, ഞാൻ നാട്ടിൽ പോവുക നാളെ കഴിഞ്ഞാൽ. അതിന് ഇപ്പം എന്നാ സംഭവിച്ചത് കൊച്ചേ? എമി, എന്തോ മനസ്സിനൊരു ഭാരം. അമ്മച്ചിയെ കാണാൻ തോന്നുന്നു. എൻ്റെ എമി, നീ ഇപ്പോൾ പോകണ്ട. പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അർജുൻ. അവനൊരു പാവമാണ്. ദിവ്യ എമിയോട് അർജുനെപ്പറ്റി പറഞ്ഞു തുടങ്ങി. അവൻ്റെ മാരേജ് ഒരു പക്ക അറേഞ്ച്ഡായിരുന്നു. ശേഖരൻ അങ്കിളിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾ. അവളായിരുന്നു പ്രിയ. അങ്കിളിന് അവളെ വലിയ കാര്യമായിരുന്നു. ഇപ്പോഴത്തെ അങ്കിളിൻ്റെ അവസ്ഥയ്ക്ക് കാരണം അവൾ തന്നെയാണ്. അർജുന് ആ വിവാഹത്തിനൊട്ടും ഇഷ്ടമില്ലായിരുന്നു. ശേഖരൻ അങ്കിളും ദേവിക ആൻറ്റിയും നിർബന്ധിച്ച് അവനെ കൊണ്ട് കെട്ടിപ്പിച്ചു. പിന്നീട് അവളുടെ പെരുമാറ്റവും അങ്കിളിനോടും ആൻറ്റിയോടുമുള്ള സമീപനവും കണ്ട് അവനും പതിയെ അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ PG ചെയ്യാൻ വേണ്ടി അർജുന് UK പോകേണ്ടി വന്നു. ഏകദേശം ഒരു 1 ഇയർ അവൻ അവിടെയായിരുന്നു. തിരിച്ചു വരുമ്പോൾ കാണുന്നത് പ്രഗ്നൻ്റായ പ്രിയയാണ്. പാവം, അന്ന് ഒരുപാട് വേദനിച്ചു അവൻ. ഞങ്ങളുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. അർജുൻ ഞങ്ങളോട് പറഞ്ഞു, ഡാ അബി, അതെൻ്റെ കുഞ്ഞല്ലടാ. അത് കേൾക്കെ ഞങ്ങൾക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെയായി. അവൾ എല്ലാവരോടും പറയുന്നത് അത് എൻ്റെ കുഞ്ഞാണെന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ല. എല്ലാം ഉറക്കെ വിളിച്ച് പറയണമെന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ സന്തോഷം അമ്മ അവിടെ കൊണ്ടു നടക്കുന്നതും കാണുമ്പോൾ എനിക്ക് ഒന്നിനും കഴിയുന്നില്ല. അച്ഛൻ, നിനക്കറിയാലോ, ഒരു സ്ട്രോക്ക് വന്നു. അതിൽ നിന്നും ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നേക്കുക. അബി, നീ അവളോട് സംസാരിച്ചില്ലേ? സംസാരിച്ചബി. അവൾക്കിതൊക്കെ ഒരു കുട്ടിക്കളി പോലെയാ. അവൾക്ക് മാരേജിന് മുന്നേ തന്നെ ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നു. അയാളുമായി അവൾ രജിസ്റ്റർ മാരേജ് ചെയ്യാനിരുന്നതാണെന്നും അതൊക്കെ അവൾ എന്നോട് പറഞ്ഞു. എന്നോട് അവൾക്ക് എന്തോ ദേഷ്യമുള്ളതുപോലെയാണ് ഇപ്പോൾ എന്നോട് പെരുമാറുന്നത്. അവനും പ്രിയയും തമ്മിൽ എന്നും വാക്ക് തർക്കങ്ങളും വഴക്കുകളുമായി അങ്ങനെ പോയി. അങ്ങനെയിരിക്കെ പ്രിയ പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിനെ. അർജുൻ ആരോടും ഒന്നും മിണ്ടാതെ റൂമിൽ ഒതുങ്ങിക്കൂടി. അവൻ ഡ്യൂട്ടിക്ക് വരാതെയായി. ആരോടും ഒന്നും പറയാതെ എല്ലാം ഉള്ളിൽ കൊണ്ടു നടന്നു. അവനും ഒരു മനുഷ്യനല്ലേ? പ്രിയ പഴയതുപോലെ നടക്കാൻ തുടങ്ങിയതും ഒരു ദിവസം അർജുൻ അവൻ്റെ സകല നിയന്ത്രണങ്ങളും വിട്ട് അവൻ അവളുടെ മുഖത്ത് നോക്കി എല്ലാം വിളിച്ചു പറഞ്ഞു. അതിന് പ്രിയ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ കുഞ്ഞിനെ കൊണ്ടുപോകാൻ അർജുൻ സമ്മതിച്ചില്ല. എല്ലാം കേട്ടും കണ്ടും ശേഖരൻ അങ്കിൾ തളർന്നു വീണു. പിറ്റേ ദിവസം അർജുന് ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോൾ വന്നു. ഒരു സ്ത്രീയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പേര് പ്രിയ എന്നാണ് പറഞ്ഞത്. അല്പം കണ്ടീഷൻ ബാഡാണ്. എത്രയും വേഗം വരണം എന്നും പറഞ്ഞ് അർജുൻ അവിടെ ചെല്ലുമ്പോൾ ശ്വാസം കിട്ടാതെ പിടയുന്ന പ്രിയയാണ് കാണുന്നത്.
അവസാനമായി അവൾ അവനോട് പറഞ്ഞത് മാപ്പ്, എല്ലാത്തിനും എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കല്ലേ എന്നുമാണ്. ആ ഒരു ആക്സിഡൻറ്റിൽ പ്രിയയോടൊപ്പം ഒരു ചെറുപ്പക്കാരനും മരണപ്പെട്ടു. അതവളുടെ ബോയ് ഫ്രണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും എമിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ദിവ്യ എമി എമി എന്ന് വിളിച്ചിട്ടും മറുഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു. ദിവ്യയ്ക്ക് മനസ്സിലായി അവൾ കരയുകയാണ് എന്ന്. ദിവ്യ പറഞ്ഞു, നിൻ്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം നിൻ്റെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അത് കേട്ടതും എമി കോൾ കട്ട് ചെയ്തു. വാട്സപ്പ് ഓപ്പണാക്കി. അതിൽ ദിവ്യയുടെ മെസ്സേജ് ഓപ്പണാക്കിയതും ഒരു നിമിഷം എല്ലാം വിസ്മരിച്ച് അവൾ ആ ഫോട്ടോയിലേക്ക് കണ്ണുകൾ നട്ടു. അങ്ങനെയിരുന്നു ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടി. അവളുടെ തോളിൽ കൈകളിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് അർജുൻ സാറിൻ്റെ മുഖവും ആ പെൺകുട്ടിക്ക് തൻ്റെ മുഖവുമാണ്. കുറച്ച് മണിക്കൂറുകൾ അവൾ അങ്ങനെ തന്നെ ഇരുന്നു. അതിനുശേഷം അവൾ വീണ്ടും ദിവ്യയെ കോൾ ചെയ്തു. ദിവ്യ കോൾ അറ്റൻഡ് ചെയ്തു. എമിയുടെ ചേച്ചി എന്നൊരു വിളി നേരത്തെ പ്രതീക്ഷിച്ചെന്ന പോലെ ദിവ്യ പറഞ്ഞു, അതെ എമി, നിൻ്റെ മുഖം അവളെപ്പോലെയാ, പ്രിയയെ പോലെ. ദിവ്യ പറഞ്ഞു, മോളെ ഇവിടെ ഇപ്പോൾ ഇത്തിരി തിരക്കാണ്, നാളെ നേരിൽ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ എൻ്റെ കൊച്ച് ഒന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങിക്കോ. അവൾ കോൾ കട്ട് ചെയ്തു. ബെഡിൽ ചാരി നിലത്തായിരുന്നു എമി. അവളുടെ മനസ്സ് നിറയെ ആ ഒരുവൻ മാത്രമായിരുന്നു. ഇത്രയും സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളെ ഞാനും ഇന്ന് വേദനിപ്പിച്ചല്ലോ കർത്താവേ. ഇന്ന് സാറിൻ്റെ മുഖത്ത് നോക്കി ഞാൻ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്. പാവം സാർ. എമി, നീ ഇന്ന് കുറച്ച് ഓവറായിരുന്നു, അവളോട് തന്നെ പറഞ്ഞു. അർജുൻ ദിവ്യയോടായി അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ചു. അവൻ വില്ലയിലേക്ക് കാറും എടുത്ത് പോയി. ആഡംബരവും പ്രൗഢിയും വിളിച്ചോതുന്ന തരത്തിലുള്ളൊരു വില്ലയായിരുന്നു അത്. അർജുൻ അവൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് കയറ്റി. മെയിൻ ഹാളിൽ ചെല്ലുമ്പോൾ കുഞ്ഞ് തറയിലായി കിടക്കുന്നു. ആയ കിച്ചണിൽ തിരക്കിട്ട പണിയിലും. 2 ജോലിക്കാർ ഓൾറെഡി ഉണ്ടവിടെ. എന്നാലും ദേവിക മേഡം, തൻ്റെ അമ്മ, അവർക്ക് 10 ആളുകൾ വേണം ചുറ്റിനും. അർജുൻ നിലത്ത് കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. അതിനുശേഷം രമേ എന്ന് ഉറക്കെ അലറി. അവൻ്റെ അലറൽ കേട്ടതും ദേവിക ചെവിയിൽ കൈകൾ ചേർത്ത് പിടിച്ചു അവനോട് കയർക്കാൻ തുടങ്ങി. രമ അവൻ്റെ വിളി കേട്ടതും ഓടിപ്പിടഞ്ഞ് അവിടേക്ക് വന്നു. നിങ്ങൾക്ക് ഞാനാണ് ശമ്പളം തരുന്നത്, അല്ലാതെ ദേവിക മേഡം അല്ല. എൻ്റെ കുഞ്ഞിനെ നോക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ ഇപ്പോൾ പറയണം. എനിക്ക് വേറെ ആളിനെ നോക്കണം. അവൻ്റെ വാക്കുകൾ രമയോടാണെങ്കിലും കൊണ്ടത് ദേവിയേക്കാണ്. നിൻ്റെ കുഞ്ഞ് നിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് എനിക്കറിയണ്ടില്ല. എനിക്കാരുടെയും കുഞ്ഞിനെ നോക്കലല്ല പണി. ഓക്കെ, നിങ്ങളെൻ്റെ കുഞ്ഞിനെ നോക്കണ്ട. പകരം ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഭർത്താവ് കിടപ്പുണ്ട്. അവിടേക്കെങ്കിലും ഒന്ന് തല കാണിക്കുന്നത് നല്ലതാ, ആളുകൾ 1-2 പറയും. കുഞ്ഞിനെ കൊണ്ട് അർജുൻ നേരെ റൂമിലേക്ക് പോയി. അവൻ കുഞ്ഞിനെ കൊഞ്ചിച്ചും കളിപ്പിച്ചും സമയം തള്ളി നീക്കി. അപ്പോഴും പേരറിയാത്തൊരു നൊമ്പരം അവൻ്റെ മനസ്സിൽ കിടന്ന് പുകയുന്നുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചിലെ ചൂടിൽ കിടന്ന് കുഞ്ഞുറങ്ങി. അവൻ കുഞ്ഞിനെ താഴേക്ക് ഇറക്കി കിടത്തി. 2 സൈഡിലും പില്ലോ വെച്ച് അർജുൻ വാഷ്റൂമിൽ ഫ്രഷാവാൻ കയറി. വാഷ്റൂമിൽ നിന്നും ഫ്രഷായി വന്ന അർജുൻ ബെഡിലേക്ക് കയറി കിടന്നു. ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു. അവൻ്റെ മനസ്സ് നിറയെ അവളായിരുന്നു എമി. അവളുടെ കയ്യിൽ അച്ഛൻ പിടിച്ചതും അവൾ കരഞ്ഞതുമെല്ലാം അവൻ്റെ മനസ്സിലൂടെ ഒരു നിമിഷം കടന്നുപോയി. കാർത്തിക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതും എമിയോടായി ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അവളൊരു പാവയെപ്പോലെ എല്ലാം മോളി കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മനസ്സ് പൊട്ടിയ പട്ട പോലെ അങ്ങനെ സഞ്ചരിച്ചു. കാർത്തിക ഫ്രഷാകാനായി പോയതും എമി അവളുടെ ഫോൺ കയ്യിലേക്കെടുത്തു. എന്തോ കള്ളത്തരം ചെയ്യുന്ന പോലെ ചുറ്റുമൊന്ന് നോക്കി. കാർത്തിക വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. അതിൽ നിന്നും അർജുൻ്റെ നമ്പർ എടുത്ത് അവളുടെ ഫോണിലേക്ക് അവൾ സേവ് ചെയ്തു. എന്നിട്ട് ഫോൺ പഴയതുപോലെ അവിടെ വെച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന പോലെ അവൾ അങ്ങനെ ഇരുന്നു.